നമസ്കാരം. സ്റ്റോപ്പ് വാച്ചിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാമേശ്വരം കാഴ്ചകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഡെസ്റ്റിനേഷനാണ് മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിൻ്റെ വസതി. അവിടേക്കുള്ള വഴിയിലൂടെ ഞങ്ങൾ നടക്കുകയാണ്. ഇത്രയും മഹാനായ ഒരു വ്യക്തിയുടെ വീട്ടിലേക്ക്, അദ്ദേഹത്തിൻ്റെ പേരിലുള്ള മ്യൂസിയത്തിലേക്കാണ് ഈ പോകുന്നതെന്ന് വിശ്വസിക്കാൻ കഴിയില്ല. ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും അദ്ദേഹത്തോളം ജനസമ്മതി നേടിയ മറ്റൊരു രാഷ്ട്രപതി ഇന്ത്യയിലുണ്ടായിട്ടില്ല. എന്നിട്ടും അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കുള്ള വഴി വളരെ ശോചനീയമായ അവസ്ഥയിൽ, പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളും, രാത്രി സമയത്തായിരുന്നു ഞങ്ങളുടെ യാത്ര, വെളിച്ചമുണ്ടായിരുന്നില്ല, തീരെ വീതിയില്ലാത്ത റോഡ്, അങ്ങനെ വളരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇങ്ങനെ അവഗണിക്കപ്പെട്ട ഒരവസ്ഥയിലാണോ ഇത്രയും പ്രശസ്തനായിട്ടുള്ളൊരു രാഷ്ട്രപതിയുടെ വീട്ടിലേക്ക്, ഒരു വീട് എന്ന് മാത്രമല്ല അത് മ്യൂസിയം കൂടിയാണ്, അവിടേക്കുള്ളൊരു വഴി ശരിയാക്കിയിട്ടുള്ളത്. ഒരു 3 നില ബിൽഡിങ്ങാണ്. അതിൻ്റെ താഴത്തെ നിലയിൽ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ താമസിക്കുന്നു. ചിത്രത്തിൽ കാണുന്നത് അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തെ വീടും ഇത് അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ നമ്മൾ കാണുന്ന വീടും. 1-ാം നിലയിലാണ് കലാമിൻ്റെ പേരിലുള്ള മ്യൂസിയം. രാമേശ്വരത്തെ ഒരു യാഥാസ്ഥിതിക മുസ്ലിം കുടുംബത്തിലായിരുന്നു അബ്ദുൽ കലാമിൻ്റെ ജനനം. അവിടെ നിന്ന് ശാസ്ത്രജ്ഞനായി, രാജ്യത്തെ പ്രഥമ പൗരനായി, നിരവധി ഗ്രന്ഥങ്ങളുടെ കർത്താവായി, പരമോന്നത ബഹുമതിയായ ഭാരതരത്നമടക്കം അദ്ദേഹത്തിന് ലഭിച്ച ബഹുമതികൾ നിരവധിയാണ്. ഇങ്ങോട്ട് വന്ന വഴിയേക്കാളും മോശമാണ് മ്യൂസിയത്തിലേക്ക് എത്തിപ്പെടാനുള്ള കോവണിയുടെ അവസ്ഥ. പ്രായമായവർക്കും മുട്ടിന് പ്രശ്നമുള്ളവർക്കും കോണി കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. 3 നില കെട്ടിടമായിട്ടും ലിഫ്റ്റോ എന്തിന് ഹാൻഡ് റെയിൽ പോലുമില്ല. തീരെ വൃത്തിശൂന്യമായ അവസ്ഥയിലാണ് പടികൾ, കണ്ടില്ലേ? ഈ കാണുന്നത് 3-ാം നിലയിൽ നിന്നും ഇറങ്ങി വരുന്നവരാണ്. വീണ്ടും അതേപോലെ തന്നെ ദുഷ്കരമായ ഇറക്കം. മ്യൂസിയത്തിനകത്ത് ഫോട്ടോഗ്രാഫി നിരോധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ അവിസ്മരണീയമായ മുഹൂർത്തങ്ങൾ, ശാസ്ത്രജ്ഞൻ എന്ന നിലയിലും രാഷ്ട്രപതി എന്ന നിലയിലും അദ്ദേഹത്തിന് ലഭിച്ച ബഹുമതികൾ, അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ, അദ്ദേഹത്തിൻ്റെ ലൈബ്രറി എന്നിവയെല്ലാം മ്യൂസിയത്തിലുണ്ട്. മ്യൂസിയത്തിൻ്റെ ഭാഗമാണല്ലോ എന്ന് കരുതി പ്രയാസപ്പെട്ട് കോണി കയറി 3-ാം നിലയിൽ എത്തുമ്പോൾ അവിടെ കാണുന്നത് ക്യൂരിയോ ഷോപ്പാണ്. അതിന് ബോർഡൊന്നും ഇല്ല. എന്തുകൊണ്ടാണ് തമിഴ്നാട് സർക്കാർ കലാമിൻ്റെ ഈ പേരിലുള്ള ഈ മ്യൂസിയത്തിനോട് ഇത്രയും അലംഭാവം അവഗണന കാണിക്കുന്നത് എന്ന് മനസ്സിലായില്ല. അടഞ്ഞുകിടക്കുന്ന ഈ ഗേറ്റിനുള്ളിൽ അവിവാഹിതനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മറ്റു കുടുംബാംഗങ്ങൾ ജീവിക്കുന്നു. ചുറ്റുവട്ടത്തും നിറയെ കടകളാണ്, എല്ലാത്തിലും കലാമിൻ്റെ പേരുണ്ട്. ഏതാനും സന്ദർശകർ വളരെ പ്രയാസപ്പെട്ട് ആ കോണി കയറുന്ന കാഴ്ച കണ്ടു. ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ഇത്രയും പ്രശസ്തനായിട്ടുള്ളൊരു മുൻ രാഷ്ട്രപതിയുടെ വീടും മ്യൂസിയവും ഇങ്ങനെയാണോ സംരക്ഷിക്കേണ്ടത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. ഇതുവരെയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്യണേ പ്ലീസ്. താങ്ക് യു ഫോർ വാച്ചിങ്. അധികം വൈകാതെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരേക്കും ഗുഡ് ബൈ. ശ്രീലത.